ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് പ്രഭാതത്തിലെ പത്രമൊക്കെ എടുത്തൊരു വളരെ സന്തോഷമായിട്ട് രണ്ടുമൂന്ന് കാര്യങ്ങൾ വായിക്കുന്നുണ്ടായിരിക്കും അല്ലേ. ഒന്ന് നമ്മുടെ ആകസ്മിക അപകടത്തിൽപ്പെട്ട നമ്മുടെ യുവാവിൻ്റെ കാര്യം. രണ്ട് കേന്ദ്ര ബഡ്ജറ്റ് അതിലെ അനോമലി സകലർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ അത് അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ മയക്കുമരുന്നിൻ്റെ അമിതമായ ഇടപെടൽ പിടിക്കുന്നത് ഇത്തരമാണെങ്കിൽ എന്തുമാത്രം പിടിക്കപ്പെടാതെ ഉണ്ടല്ലേ. ചെറുപ്പക്കാരെല്ലാം എടുത്ത് ആടുക അതിൻ്റെ ബിസിനസ്സിലേക്കൊക്കെ അല്ലേ. കഷ്ടമുണ്ടല്ലേ പ്രിയമുള്ളവർ. നമ്മുടെ വലിയ പത്രപ്രവർത്തകർ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരെ അനുനിമിഷം അസത്യങ്ങളും അർദ്ധസത്യങ്ങളും വിളിച്ചോതുന്ന പത്രപ്രവർത്തകർ പോലും പറയുണ്ടായി, അപകടം കേരളത്തിലായിരുന്നെങ്കിൽ രണ്ടാം ദിവസം ടി വിയുടെ മുമ്പിൽ ഇരിക്കുമായിരുന്നു. അതാണ് കേരള ജനതയുടെ ഇച്ഛാശക്തി. കേരള ജനത എന്ന് പറഞ്ഞാൽ അതാണ്. അതിൽ ലോകം മുഴുവൻ മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. ഏതൊരു വിഷയത്തിലും ഇപ്പം നിപ്പ പ്രതിരോധം വന്നപ്പം ഒരു ആശങ്കയില്ലാതെ എല്ലാവരും തന്നെ വളരെ അന്തസ്സായിട്ട് ഡീൽ ചെയ്യുക. ആശങ്കയല്ല വേണ്ട, കരുതലാണ് വേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്, നമ്മുടെ ജീവിത നിലവാരം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ പ്രശ്നത്തിൽ ഒരു ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയായിട്ട് നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട്. ഒരു ഗവൺമെൻറ് എങ്ങനെ ആയിരിക്കണം, അതിന് വേണേൽ മോഡലായിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് എടുക്കാവുന്നതാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾ കേരള ഗവൺമെൻറ്റിന് മാത്രമല്ല, അതിൽ ജനങ്ങളുടെ ചെയ്തികൾ, അതിനകത്ത് രാഷ്ട്രീയമൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ അതിനെ ചെറുതാക്കേണ്ട. രാഷ്ട്രീയം വേണം, രാഷ്ട്രീയം ഭയങ്കര ഗൗരവമുള്ള കാര്യമാണ്. രാഷ്ട്രത്തെ സ്നേഹിക്കുക, രാഷ്ട്രമീമാംസ പാലിക്കുക, ഒരു ജനതയെ നേർവഴിക്ക് നയിക്കുക രാഷ്ട്രീയമാണ്, രാഷ്ട്രീയക്കാരാണ്, സത്യം. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വികസന കാര്യം വരുമ്പോൾ നമ്മളിപ്പോൾ വന്ദേ ഭാരത് വന്ന് അതിൻ്റെ വിജയം കണ്ടപ്പോഴാണ് ഈ സ്പീഡ് നമുക്ക് ആവശ്യമുണ്ട്, ഈ സ്പീഡ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കും, ഉന്നതിയിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞത്. കേരളയിൽ വന്നപ്പോൾ നമുക്കൊന്നും അത് മനസ്സിലായില്ല. കേരളയിൽ വരുമ്പോൾ ഭവനം പോകുന്ന വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ തീരദേശ ഇത് പാത വന്നപ്പം ആളുകൾ സന്തോഷത്തോടെ സ്ഥലം വിട്ടു കൊടുക്കുന്നത്. എന്താ, അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടെയും അത് കൊടുത്തേനെ. പക്ഷെ പ്രശ്നം അതല്ല, ആര് ചെയ്യുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് തെറ്റായി പോയെന്ന് കാലം തെളിയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യക്ക് നമുക്ക് കേരളത്തിലെ ആരെങ്കിലും ആണ് അതിനെ എതിർത്തതെന്നല്ല, പുറത്തുനിന്നുള്ള ഈ ടൂറിസം ഭീമന്മാർ ഇപ്പം തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത്. ഇവിടെ സുരക്ഷിതത്വമുണ്ട്, ഇവിടെ ലോ ആൻഡ് ഓർഡർ ഉണ്ട്, ഇവിടെ നല്ല ഭക്ഷണം കിട്ടും, നല്ല സൗന്ദര്യമുള്ള സ്ഥലമുണ്ട്. ഇതൊക്കെയാണ് കേരളത്തെ ആകർഷിക്കുന്നത്. അപ്പോൾ അത് കൂടിയാൽ ശരിയാകത്തില്ലെന്ന് മറ്റ് ലോബികൾക്കറിയാം. അവരുടെ ഇടപെട്ടാണ് കേരളയിൽ തടയാനൊക്കെ ശ്രമിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും കാലം അത് പുനഃപരിശോധിക്കട്ടെ. ഇപ്പം തന്നെ ജനങ്ങൾ കേരളിനെ എതിർത്ത് നിന്നവർ പോലും അനുകൂലിച്ച് തുടങ്ങി. കാരണം ഇത് സ്പീഡാണ്, ഈ ലോകം സ്പീഡിൻ്റെ ലോകമാണ്. മെല്ലെ നടന്നിട്ട് കാര്യമില്ല, ലോകത്തിൻ്റെ ഒപ്പം നമുക്ക് പോകേണ്ടതുണ്ട്. അതാണ് തെളിയിക്കുന്നത്. ഓക്കെ, എനിഹൗ നമുക്ക് വീണ്ടും റീതിങ്ക് ചെയ്യാം. കേരളം അങ്ങനെയാണല്ലോ. ഞാനിപ്പോൾ ഓർക്കാം, പണ്ട് പ്ലസ് ടു വരുന്നതിന് മുമ്പ് ബോർഡോ മറ്റോ വന്നിട്ട് അന്ന് ഇതുപോലെയൊക്കെ എതിർത്ത. പക്ഷേ അതിനുശേഷം അത് ആവശ്യമാണെന്ന് കണ്ടപ്പോൾ അത് തെറ്റ് സംബന്ധിച്ച് തിരുത്തി. അതാണ് വേണ്ടത്. അതുപോലെ കേരളയിൽ നമുക്ക് തെറ്റ് തിരുത്തേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ നാടിനെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇത് വേൾഡ് മാപ്പിൽ സ്വർണ്ണ ലിപികളായി എഴുതപ്പെടുന്നൊരു സ്ഥലമായി കേരളം മാറി. കേരളം ഒരു ടൗണാണ്. ഈ ടൗണിൽ എല്ലാം ഉണ്ട്, സൗന്ദര്യമുണ്ട്, വനമുണ്ട്, ടൂറിസം എല്ലാം. അപ്പോൾ അത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും ഒത്തുശ്രമിക്കണം. ശത്രുക്കളെ തച്ചുടച്ച് മുന്നേറണം അല്ലേ. അതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് നിപ്പ പ്രതിരോധമാണ്. ലോകത്തിനാകെ മാതൃകയായി. അത് ആദ്യമേ തന്നെ നമ്മളതിനെ സപ്രസ് ചെയ്തു. അത് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെ ഡോക്ടർ പറഞ്ഞില്ല, പൂർണ്ണമായി ഇറാഡിക്കാൻ പറ്റില്ല. പക്ഷേ അതിനെ പ്രതിരോധിച്ച് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനുള്ള നമ്മുടെ ആ ഒരു ഇച്ഛാശക്തിയാണ് ലോകം മുഴുവൻ ശ്രദ്ധിച്ചത്. തീർച്ചയായിട്ടും അത് വളരെ മോഡലായിരുന്നു. മുമ്പോട്ട് പോകേണ്ടതുണ്ട്. നമുക്ക് പിന്നെ ചിന്തിക്കേണ്ടത് ഇന്ത്യ ഒരു എന്താ പറയുക, ധാരാളം ഈ വിവിധങ്ങളായ ചിന്തകളും വർണ്ണങ്ങളും ഭാഷകളുമുള്ള ഒരു രാജ്യമാണ്.
ആ രാജ്യത്ത് ഇപ്പോൾ കേരളം ചെയ്ത തെറ്റെന്താ? തൻ്റെ ജനതയ്ക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു, നല്ല സംസ്കാരം ഉണ്ടാക്കി കൊടുത്തു, ജീവിതത്തിൽ അവന് എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു, കുറേയൊക്കെ അവൻ പഠിച്ചെടുത്തു, നവോത്ഥാന നായകന്മാർ മുമ്പിൽ നിന്ന് നയിച്ചു. ഇതൊക്കെ തെറ്റാണോ? അപ്പോൾ ഞാൻ ഗവൺമെൻറ് ഓഫീസറാണ്. നിങ്ങൾക്ക് അന്ന് തന്നെ എനിക്കറിയാം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ BPL എന്ന് പറയുന്നത് 13%, കേന്ദ്രത്തിൽ എന്ന് പറയുന്നത് 6% ഉള്ളെന്നാണ്. അതിൻ്റെ ആ ഒരു യുക്തിക്ക് പോകുന്നില്ല. പക്ഷേ ഇച്ഛാശക്തിയോട് പ്രവർത്തിക്കുന്ന സർക്കാരിനെ സഹായിക്കാനുള്ള മനസ്സാണ് കാണിക്കേണ്ടത്. ഇങ്ങനെ തീർത്തും അങ്ങ് നിരാശപ്പെടുത്തി കളഞ്ഞ മോശമായിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. രാഷ്ട്രീയമല്ല പറയുന്നത്, അത് തെറ്റിദ്ധരിക്കരുത്. എനിക്ക് രാഷ്ട്രീയം ഇട്ടില്ല. ഞാൻ നല്ലതിനെ നല്ലതെന്ന് പറയാനേ മനസ്സുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാം. ആർക്ക് വേണമെങ്കിൽ നമ്മളെ കൊല്ലാൻ പറ്റും, പക്ഷെ തോൽപ്പിക്കാനാവില്ലല്ലോ. അതെ, കേരള ജനതയെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ഒന്നോരുള്ള വ്യക്തികളെ വേണേൽ കൊല്ലാൻ പറ്റുമായിരിക്കും. ഈ ജനതയുടെ ആ ഒരു ഇച്ഛാശക്തി ഉയർന്നു പൊങ്ങണം, മുന്നിലേക്ക് വരണം, രാജ്യത്തിനും നാടിനും അഭിമാനകരമാകണമെന്ന ഒരു ചിന്ത ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല. എത്രമാത്രം ഞാനിപ്പോൾ ഓർക്കുക, കഴിഞ്ഞ ഇലക്ഷന്, അസംബ്ലി ഇലക്ഷന്, ഞാൻ എന്നും പത്രം വായിക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആളെ ഇന്ന് അറസ്റ്റ് ചെയ്യും, നാളെ അറസ്റ്റ് ചെയ്യും, എന്തൊരു എഴുത്തായിരുന്നു. എന്നിട്ടോ അതിനുശേഷം വീണ്ടും ഗവൺമെൻറ് ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് വീണ്ടും വന്നിരിക്കുക. ഇപ്പോഴും ഇതുപോലെ തന്നെ എഴുതാണ്ട് അവിടെ കാശ് ഇവിടെ കാശ്. ഞാൻ നോക്കുകയാണെ, ഞാൻ രാഷ്ട്രീയം പറയല്ല, ഇപ്പം മുഖ്യമന്ത്രിയുടെ മകൾക്ക് ബിസിനസ് ചെയ്തുകൂടെ, ജീവിച്ചുകൂടെ? അവളൊരു ബിസിനസ് ഡീല് നടത്തി, അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനും ഇപ്പം നികുതി അടച്ച് പൈസ മേടിക്കുന്നത് കൈക്കൂലിയാന്ന് പറയാൻ പറ്റുമോ? എന്തൊരു കഷ്ടമാണ് വിളിച്ച് കൂന്നത്. എന്നിട്ടോ ഈ എക്കണോമിക് വയലേഷൻ അതിൻ്റെ റൂൾസ് ഉണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ നടപടി എടുക്കണം. കിട്ടിയ പണത്തിന് ഇൻകം ടാക്സ് അടച്ച് അതിൻ്റെ നികുതി ബാധ്യതകൾ നോക്കി 2 കമ്പനികൾ ചെയ്ത പ്രവർത്തനമാണ് ഇന്നോളം തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വത്തിൽ അദ്ദേഹം എത്രമാത്രം ക്ലിയറായിട്ടാണ് ജീവിക്കുന്നത്. ഒരു പാർട്ടിക്ക് പോലും പോകുന്ന ആളല്ല, അനാവശ്യമായി ഒരാളുടെയും ഒരു സമ്പന്നൻ്റെയും കൂടെ പോകുന്ന ആളല്ല. പക്ഷേ അങ്ങ് പറയുക, ഓക്കെ, അതൊന്നും സാരമില്ല, വിമർശനം വേണം, തീർച്ചയായിട്ടും പോസിറ്റീവ് വിമർശനം. ഇത് പറയുമ്പം സൈമൺ വർഗീസ് ഏതെങ്കിലും പാർട്ടിയുടെ ആളാണെന്ന് വിചാരിക്കരുത്. സ്വതന്ത്രമായി ഇപ്പം ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഞാനിതുപോലെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്നേഹം, സഹിഷ്ണുത, പാവങ്ങളുള്ള കരുണ, ജീവിതകാലം മുഴുവൻ വിശ്രമിക്കാതെ അദ്ദേഹത്തിന് ഒരു ടോയ്ലറ്റിൽ പോകാൻ പോലും പറ്റുകയില്ലായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി എന്നുള്ള നിലയിൽ പലപ്പോഴും പല ആവശ്യത്തിനും കാണാൻ പോകുമ്പോൾ ഈ ടോയ്ലറ്റിൽ പോലും ആളുകൾ കയറിയിരിക്കും അവിടെ വരുമ്പോൾ പറയാനായിട്ട്. അതുപോലെ ജനക്കൂട്ടമായിരുന്നു. ഞാനങ്ങനെ താരത്തിൽ പറയാറില്ല, രാഹുൽ ഗാന്ധിയെ പറ്റി പറയാറുണ്ട്. പക്ഷേ കഴിവുള്ളവർ കഴിവുണ്ടെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. രാഷ്ട്രീയമായിട്ട് ഇത് കാണരുത്. ഇതിന് ഒരു രാജ്യസ്നേഹിയുടെ വാക്കുകളായിട്ട് മാത്രം കരുതിയാൽ മതി. ഓക്കെ, ഗുഡ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ.